എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 68 ഇന്ന് ആരംഭിക്കുന്നു. ഈ 68ാമത്തെ അധ്യായത്തില് സാമ്പൻ ലക്ഷ്മണയെ രാക്ഷസ വിധി പ്രകാരം വിവാഹം ചെയ്തതും ബലരാമന്റെ പരാക്രമങ്ങളുമാണ് വിസ്തരിച്ചു പറയുന്നത്. ദുര്യോധനന്റെ പുത്രിയായിട്ടുള്ള ലക്ഷ്മണയുടെ വിവാഹം സ്വയംവരമായിട്ട് നിശ്ചയിച്ചു. അങ്ങനെ കേമന്മാരായിട്ടുള്ള രാജാക്കന്മാരെല്ലാം ആ സ്വയംവര മണ്ഡപത്തിൽ നിറഞ്ഞിരിക്കണു. ദ്വാരകയിൽ നിന്ന് ജാമ്പവതിയുടെ പുത്രനായിട്ടുള്ള സാമ്പനും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ സാമ്പന് ലക്ഷ്മണനോട് ഒരു സാമ്പൻ ലക്ഷ്മണയിലെ അനുരക്തന, അതുകൊണ്ടാണ് സാമ്പൻ വന്നത്. അങ്ങനെ വരണമാല കയ്യിൽ പിടിച്ച് സഖിയോട് കൂടിയിട്ട് കല്യാണ പന്തലിലെത്തിയ ലക്ഷ്മണയെ സാമ്പൻ ബാക്കിയുള്ളവരുടെ ഒന്നും സമ്മതം നോക്കാതെ ആ തേരിൽ അങ്ങോട്ട് കയറ്റി കൊണ്ടുപോയി. ഇത് കണ്ട് കുപിതരായിട്ടുള്ള കൗരവര് സാമ്പനോട് യുദ്ധം ചെയ്തു. മഹാരഥന്മാരായ ഭീഷ്മ ദ്രോണാദികള് ഒക്കെ ശ്രമിച്ചിട്ടും സാമ്പനെ ജയിക്കാൻ പറ്റിയില്ല. കൗരവര് പിന്നിൽ നിന്ന് ഒളിയമ്പ് പ്രയോഗിച്ച് സാമ്പന്റെ ആയുധം മുറിച്ചു. അങ്ങനെ നിരായുധനായ സാമ്പനെ ആ ദുഷ്ടന്മാര് ബന്ധിച്ച് ജയിലിലടച്ചു. ഈ വർത്തമാനം ശ്രീനാരദ മഹർഷി ദ്വാരകയിൽ ചെന്ന് ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ ദുര്യോധനോട് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ആ ദുര്യോധനോടുള്ള ആ ശിഷ്യവാത്സല്യം കൊണ്ട് ബലരാമൻ ശ്രീകൃഷ്ണനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് മധ്യസ്ഥത ഞാൻ പറയാം ദുര്യോധനോട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉദ്ധവനോടുകൂടി ഹസ്തിനാപുരിയിലെത്തി. ബലരാമൻ വന്നത് ഉദ്ധവൻ മുഖേന അറിഞ്ഞു ദുര്യോധനൻ. അപ്പൊ കൂട്ടുകാരോടൊക്കെ കൂടിയിട്ട് ബലരാമന്റെ സന്നിധിയിലെത്താണ്. അങ്ങനെ കുശലൊക്കെ പറഞ്ഞു. ബലരാമൻ ദുര്യോധനോട് പറഞ്ഞു, ഉഗ്രസേന ചക്രവർത്തിയുടെ ദൂതനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചക്രവർത്തിയുടെ കൽപ്പനയാണ് ഞാൻ അറിയിക്കുന്നത്. നിങ്ങള് എല്ലാവരും ചേർന്ന് ചതിവായിട്ട് സാമ്പനെ ബന്ധിച്ച് ജയിലിലടച്ചത് ബന്ധുക്കൾ എന്ന നിലയില് ചക്രവർത്തി തൽക്കാലം ക്ഷമിക്കണു. സാമ്പനെ ഉടനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് ലക്ഷ്മണയോടും കൂടി എന്റെ വശം ഏൽപ്പിക്കണം. ഇതാണ് ഉഗ്രസേന മഹാരാജാവിന്റെ കൽപ്പന. ഇതൊക്കെ അങ്ങോട്ട് കേട്ടപ്പോ പുച്ഛാ തോന്നിയത്. ദുരഭിമാനിയും അസൂയാരു ആയിട്ടുള്ള ആ ദുര്യോധനൻ ചോട്ടിച്ച് ബലരാമനാണ് ഗുരു ഗദായുദ്ധത്തിലല്ലേ. പക്ഷെ ആ ഗുരുവിനെ ഒട്ടും മാനിക്കാതെ പറയാണ് ഈ ഉഗ്രസേന മഹാരാജാവ് അയാൾ എന്നാ ഇപ്പൊ ചക്രവർത്തിയായത്? യയാതിയുടെ ശാപം കൊണ്ട് യദുവംശക്കാർക്ക് രാജചിഹ്നങ്ങളൊക്കെ നിഷേധിച്ചതല്ലേ. ആ പൂരുവംശജനായ നമ്മള് അല്പം സൗഹൃദം കാണിച്ചു. അതുകൊണ്ട് ഈ യദുക്കളൊക്കെ അഹങ്കരിച്ച് തലയിൽ കയറാൻ തുടങ്ങിയിരിക്കുക. കാലിൽ കിടക്കേണ്ട ചെരുപ്പ് തലയിൽ കയറുക. കാലം പോയ പോക്കേ, കലികാലം തുടങ്ങിയോ, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ദുര്യോധന ഇങ്ങനെയൊക്കെ പറയണ കേട്ടപ്പോ ദുര്യോധന അതും പറഞ്ഞ് കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് പോയി. ആ വാക്കും പെരുമാറ്റവും ബലരാമനെ അങ്ങോട്ട് ക്ഷോഭിപ്പിച്ചു. ഉദ്ധവനോട് പറഞ്ഞു, ദുര്യോധനൻ പറഞ്ഞത് കേട്ടില്ലേ? ചെരുപ്പ് തലയിൽ കയറുകയാണത്രേ. അപ്പൊ ഞാനും കൃഷ്ണനും ചെരുപ്പാണെന്ന് അല്ലേ അയാള് പറഞ്ഞതിന്റെ അർത്ഥം? പൗരുഷമുള്ള ഒരാൾക്ക് ഇത് കേട്ടിരിക്കാൻ പറ്റുമോ? ഈ കുരുക്കളെ മുഴുവനും ഇപ്പൊ തന്നെ നശിപ്പിച്ചു കളയാന്ന് പറഞ്ഞിട്ട് ബലരാമൻ ആ കലപ്പ അങ്ങോട്ട് എടുത്തു. കൗരവ രാജധാനിയെ അങ്ങോട്ട് പുഴക്കി ഗംഗയിലേക്ക് മറിക്കാൻ ഭാവിക്കുക. അതങ്ങോട്ട് കൊട്ടാരം മുഴുവൻ അങ്ങോട്ട് ചെരിഞ്ഞു, ഗംഗയിലേക്ക് ചെരിഞ്ഞു തുടങ്ങി. അപ്പൊ സാമ്പനും കൂടി അതിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അപ്പൊ തന്നെ മറിച്ചിടാതിരുന്നത് ഭഗവാൻ. രാജധാനി ചെരിയണത് കണ്ടു. അപ്പോ എല്ലാവരും ദുര്യോധനോട് പറഞ്ഞു, മാപ്പു പറയൂ ഭഗവാനോടെന്ന് പറഞ്ഞു. ആ ഭീഷ്മ ദ്രോണാദികളെ മുൻനിർത്തി ബലരാമസ്വാമിയെ ശരണം പ്രാപിച്ച് സ്തുതിച്ചു ദുര്യോധനൻ. അത്രയുള്ളൂ അദ്ദേഹത്തിന്റെ മനസ്സ്. സ്തുതിപ്രിയനായിട്ടുള്ള അവിടുന്ന് പ്രസാദിച്ച് കൗരവന്മാർക്ക് അഭയം കൊടുത്തു. ദുര്യോധനൻ ആ ലക്ഷ്മണയോടും കൂടി സാമ്പനെ ബലരാമൻ അങ്ങോട്ട് സമർപ്പിച്ചു. സ്ത്രീധനായിട്ട് ആനകള്, കുതിരകള്, വാഹനങ്ങള്, സ്വർണം, രത്നം, ദാസീദാസന്മാർ ഇതെല്ലാം വേണ്ട പോലെ ധാരാളം കൊടുത്ത് ബലരാമനെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ബലരാമസ്വാമി ദ്വാരകയിലെത്തി വർത്തമാനങ്ങളെല്ലാം ബന്ധുക്കളോട് പറഞ്ഞു. ബലരാമന്റെ പരാക്രമത്തെ സൂചിപ്പിച്ചുകൊണ്ട് ആ കരിനഗരം ഇന്നും ഗംഗയിലേക്ക് ചെരിഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. ആ നഗരം മുഴുവൻ ഒരു ചെരിഞ്ഞിട്ടാ. എന്നാ ശരിക്കും കാണാൻ പറ്റും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ അഷ്ടഷഷ്ടിതമോऽധ്യായ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം
ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാ. കഥാമയം ഭാഗവതാഭിധാന ഹരേ തനും ദേ ചരിതൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേ. ഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവ. ശ്രീ ശുക ഉവാച. ദുര്യോധനസുതാം രാജൻ ലക്ഷ്മണാം സമിതിഞ്ജയ സ്വയം വരസ്ഥാമഹരത് സാംബോ ജാംബവതീ സുത. ശ്രീ ശുകബ്രഹ്മർഷി പറയാണ്, ഹേ രാജാവേ, യുദ്ധത്തില് എതിർകക്ഷിയെ തോൽപ്പിച്ചു ജയിക്കുന്ന സ്വഭാവത്തോടുകൂടിയ ജാംബവതി പുത്രനായ സാമ്പൻ മറ്റൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ച് കല്യാണ മണ്ഡപത്തിൽ നിർത്തിയിരിക്കുന്ന ദുര്യോധനപുത്രിയായ ലക്ഷ്മണയെ അപഹരിച്ചു. കൗരവാ കുപിതാഊജു ദുർവിനീതോയമർഭക കദർത്ഥീകൃത്യ നഃ കന്യാം അകാമാമഹരൽ ബലാത്. ദുര്യോധനാദികളായ ആ കുരുവംശ രാജാക്കന്മാര് ഇത് കണ്ടിട്ട് വളരെ കോപിച്ചു. ദുസ്വഭാവിയായ ആ ചെറുപ്പക്കാരൻ നമ്മളെ ഒന്നും ഗണ്യമാക്കാതെ അവനെ കുറിച്ച് അനുരാഗമില്ലാത്തവളായ കന്യകയെ ബലാത്കാരേണ അപഹരിച്ചില്ലേ? ദേഷ്യം വന്നു എല്ലാവർക്കും. ബധ്നീതമം ദുർവിനീതം കിം കരിഷ്യന്തി വൃഷ്ണയ യേസ്മൽ പ്രസാദോപചിതാം ദത്താം നോ ഭുഞ്ചതേ മഹിം. ദുഷ്ടനായ ഇവനെ പിടിച്ചു ബന്ധിക്കിൻ. ഇവന്റെ സംബന്ധികളായ വൃഷ്ണികള് നമ്മളുടെ നേരെ എന്താ കാണിക്കാന്ന് കാണാലോ എന്ന് പറയാണ് ദുര്യോധനൻ. ആ വൃഷ്ണികള് നമ്മളുടെ അനുഗ്രഹത്താലല്ലേ സമൃദ്ധി പ്രാപിച്ചതും നമ്മൾ അവർക്ക് ദാനം ചെയ്തതല്ല, ഭൂമിയിലല്ലേ അവരിപ്പോ താമസിച്ച് ജീവിക്കണത്. ഇവരെ സ്വതേ രാജാക്കന്മാരൊന്നുമല്ല, നമ്മള് രാജാക്കന്മാര് ആക്കി വാഴിച്ചതാ ഇവരെ. നിഗൃഹീതം സുതം ശ്രുത്വാ യദ്യേഷ്യന്തീഹ വൃഷ്ണയ ഭഗ്നദർപ്പാശമം യാന്തി പ്രാണായവ സുസംയത. പുത്രനെ നമ്മള് ബന്ധിച്ചിരിക്കണമെന്ന് അറിഞ്ഞിട്ട് വൃഷ്ണികളെ വീണ്ടെടുത്തു കൊണ്ടുപോകാനായിട്ട് ഇവിടെ വന്നാൽ പ്രാണായാമാദികൾ കൊണ്ട് അടയ്ക്കപ്പെട്ട പ്രാണങ്ങള് എന്ന പോലെ അവരുടെ അഹങ്കാരം മുഴുവനും നശിച്ച് മടങ്ങിപ്പോക്കോളും. അപ്പൊ അവർക്ക് മനസ്സിലാവും. ഒക്കെയാണ് ദുര്യോധനന്റെ വാക്ക്. ഇതി കർണ ശലോ ഭൂര് യജ്ഞകേതുസുയോധന സാംബമാരേഭിരേ ബദ്ധും കുരുവൃദ്ധാനുമോദിതാഃ. കർണൻ, ശലൻ, ഭൂരിശ്രവസ്, യജ്ഞകേതു, സുയോധനൻ ഇങ്ങനെ എല്ലാവരും കൂടി തീരുമാനിച്ച് കുരുവൃദ്ധനാൽ അനുമോദിക്കപ്പെട്ടവരായിട്ട് സാമ്പനെ ബന്ധിക്കാനായി പുറപ്പെട്ടു. അപ്പൊ ധൃതരാഷ്ട്രം അതിനൊക്കെ അനുകൂലമായിട്ട് നിന്നു. അങ്ങനെ സാമ്പനെ ഇവരെല്ലാവരും കൂടി ബന്ധിച്ചു. ദൃഷ്ട്വാനുധാവത സാംബോ ധാർത്തരാഷ്ട്രാൻ മഹാരഥ പ്രഗൃഹ്യ രുചിരം ചാപം തസ്ഥൗ സിംഹൈ ഇവൈകല. യുദ്ധവീരനാണ് സാമ്പൻ. അങ്ങനെ നല്ല ധൈര്യശാലി, അങ്ങനെ മഹാരഥനുമായിട്ടുള്ള ആ സാമ്പൻ പിന്നാലെ വരുന്ന ദുര്യോധനൻ മുതലായിട്ടുള്ള കൗരവന്മാരെ കണ്ടപ്പോ തന്റെ മനോഹരമായ ആ ചാപം ധരിച്ചുകൊണ്ട്
ഏകനായിട്ട് ലേശവും കൂസല് കൂടാതെ സിംഹം എന്ന പോലെ അങ്ങോട്ട് നിന്നു എന്നാ പറയണം. ഒരു പേടിയും അദ്ദേഹത്തിന് ഉണ്ടായില്ല. ധൈര്യപൂർവ്വം തന്റെ വില്ല് കുലച്ചുകൊണ്ട് അങ്ങനെ നിന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.